ക്രിസ്തുവിൽ സ്നേഹമുള്ള പ്രിയ സഹോദരി സഹോദരന്മാരെ, നോമ്പുകാലത്തിലെ രണ്ടാമത്തെ ഞായറാഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. വചനധ്യാനത്തിലേക്ക് നിങ്ങളേവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഈ ഞായറാഴ്ച നമ്മൾക്കായി നൽകപ്പെടുന്ന വചനഭാഗം കർത്താവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ചാണ്. എന്തുകൊണ്ടാണ് പ്രായശ്ചിത്തത്തിൻ്റെയും പശ്ചാത്താപത്തിൻ്റെയും ഇരുൾ നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ വളരെയധികം വെളിച്ചം നിറഞ്ഞ രൂപാന്തരീകരണത്തെക്കുറിച്ച് ധ്യാനിക്കാൻ തിരുസഭ നമ്മോട് ആവശ്യപ്പെടുന്നത്? ഇവിടെ നമ്മൾക്ക് കാണാൻ സാധിക്കുക ഇരുളും വെളിച്ചവുമാണ്. ജീവിതത്തിലെ ഇരുണ്ട രാത്രികളെ അതിജീവിക്കാൻ ദൈവികമായ വെട്ടം നമുക്ക് ആവശ്യമാണ് എന്ന് കാണിക്കുകയാണ് ഈ ഒരു വചനഭാഗത്തിലൂടെ. പരീക്ഷയ്ക്ക് പോകുന്ന തൻ്റെ കൊച്ചുമകളെ ചേർത്ത് പിടിച്ച് നെറ്റിയിൽ ചുംബിച്ചുകൊണ്ട് നന്നായി പരീക്ഷ എഴുതി വരുമെന്ന് പറഞ്ഞയക്കുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന ഒരു പ്രചോദനമുണ്ട്. ഒരുപക്ഷെ പരീക്ഷ വിജയത്തിന് അത് സഹായമായെന്ന് വരികയില്ല. എങ്കിലും വിഷമം പിടിച്ച ചോദ്യങ്ങൾക്ക് മുമ്പിലിരിക്കുമ്പോൾ ആ ഒരു സ്നേഹത്തിൻ്റെ ഓർമ്മ അവരെ മുന്നോട്ട് ചലിപ്പിക്കും. ഇപ്രകാരമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോ അവസ്ഥയിലും. ജീവിതത്തിൽ നമ്മൾ പലവിധ ദുരിതങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കർത്താവിൻ്റെ സ്നേഹ ആശ്ലേഷണം അത് നമ്മളെപ്പോഴും മുന്നോട്ട് ചലിപ്പിക്കും. വിശുദ്ധ പത്രോസ് തൻ്റെ ജീവിതത്തിലെ കഷ്ടപ്പാടുകൾക്കിടയിൽ, കാരാഗൃഹ പീഡകൾ അനുഭവിക്കുന്നതിനിടയിലും ഇപ്രകാരം എഴുതി വയ്ക്കുന്നുണ്ട്: ആ മലയിൽ അന്ന് ഞങ്ങളുമുണ്ടായിരുന്നുവെന്ന്. പിതാവായ ദൈവത്തിൽ നിന്നും മഹത്വവും ബഹുമാനവും അവൻ സ്വീകരിച്ചു. ഇവൻ എൻ്റെ പ്രിയപുത്രനാകുന്നു, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന സ്വരം അവൻ്റെ അടുത്തേക്ക് വന്നു. പ്രഭാതം പൊട്ടിവിടരുകയും പ്രഭാത നക്ഷത്രം നിങ്ങളുടെ ഹൃദയങ്ങളിൽ ഉദിക്കുന്നതുവരെ ഇരുളിൽ പ്രകാശിക്കുന്ന ദീപം പോലെ പ്രവാചകവചനം നിങ്ങളുടെ ഹൃദയത്തെ ജ്വലിപ്പിക്കട്ടെ എന്ന് പത്രോസ്ലീഹ പറയുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രയാസഘട്ടങ്ങളിൽ ദൈവത്തിൻ്റെ വചനം നമ്മൾക്ക് ശക്തിയേകണം. ഇന്നത്തെ വചനത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ആദ്യത്തെ ചിന്ത ഇതുതന്നെയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ കുരിശുകൾ താങ്ങുവാനായിട്ട് താബോർ മല പോലെയുള്ള ദൈവിക അനുഭവങ്ങൾ നമുക്ക് ആവശ്യമാണ്. യേശുവിൻ്റെ ജീവിതം നിരന്തരമായി ജെറുസലേമിലേക്കുള്ള ഒരു യാത്രയായിട്ടാണ് ചിത്രീകരിക്കുക. ഇപ്രകാരം ജെറുസലേമിലേക്ക് തൻ്റെ മരണത്തിലേക്ക് നടന്നു പോകുന്ന യേശുവിനെ ദൈവികമായ ഒരു വെളിപ്പെടുത്തലിൻ്റെ ആവശ്യമുണ്ട്. ഈ ഒരു വെളിപ്പെടുത്തൽ തൻ്റെ ശിഷ്യന്മാർക്കും ആവശ്യമുണ്ടെന്ന് അവിടുന്ന് കരുതുന്നു. അതുകൊണ്ട് തന്നെയാണ് പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഒരു ഉയർന്ന മലയിലേക്ക് പോകുന്നത്. നമ്മുടെ ജീവിതത്തിലെ കാൽവരികളെ താണ്ടുവാനായിട്ട് താബോർ മലയിലെ അനുഭവം നമ്മൾക്ക് ശക്തിയേകട്ടെ. യേശുവിൻ്റെ രൂപാന്തരീകരണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ 3 കാര്യങ്ങളാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിലൂടെ ദൈവം നമ്മൾക്ക് പറഞ്ഞു തരിക. ഒന്നാമത്തെ കാര്യം മല കയറുക, രണ്ടാമതായിട്ട് ദൈവത്തിൻ്റെ മഹത്വം ദർശിക്കുക, മൂന്നാമതായിട്ട് മല ഇറങ്ങുക. പത്രോസിനെയും യാക്കോബിനെയും യോഹന്നാനെയും മാത്രം കൂട്ടിക്കൊണ്ട് അവിടുന്ന് ഒരു ഉയർന്ന മലയിലേക്ക് പോയി എന്നാണ് സുവിശേഷത്തിൽ പറയുക. നമ്മുടെ ജീവിതത്തിൻ്റെ സാധാരണ ജീവിത അവസ്ഥയിൽ നിന്നും അല്പം കൂടിയും മഹത്വപൂർണമായ ദൈവികമായ തലത്തിലേക്ക് നമ്മൾ ഉയർന്നു ചെല്ലണം എന്നാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുക. ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സാധാരണമായി കൊണ്ടിരിക്കുന്ന തിന്മകളിൽ നിന്നുമൊക്കെ നമ്മൾ വ്യതിചലിച്ച് കുറച്ചും കൂടിയും ഉന്നതമായ ആദർശങ്ങളുള്ള ഒരു ജീവിത ശൈലിയിലേക്ക് കടന്നു വരിക. ഇതാണ് ഈ നോമ്പുകാലം കൊണ്ട് കർത്താവ് നമ്മിൽ നിന്നും ആവശ്യപ്പെടുക. മനസാന്തരം എന്ന് പറയുമ്പോൾ ഇതുതന്നെയാണ് അർത്ഥമാക്കുന്നത്. ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ ജീവിതത്തിൽ സാധാരണമായി കൊണ്ടിരിക്കുന്ന ചില തിന്മയുടെ അവസ്ഥകൾക്ക് സ്ഥാനചലനം സംഭവിക്കുക. ഇപ്രകാരം ഒരു അനുഭവത്തിലേക്ക് കടക്കണമെങ്കിൽ തീർച്ചയായും നമ്മൾ കർത്താവിനോടുകൂടെ മല കയറണം. രണ്ടാമത്തെ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവികമായ ദർശനമുണ്ടാവുക എന്നുള്ളതാണ്. കർത്താവിനോടുകൂടി മല കയറുന്ന വ്യക്തികൾക്ക് ആ ദൈവികമായ ദർശനത്തിലേക്ക് കടന്നു വരാൻ സാധിക്കും. ഇവിടെ നിയമത്തെയും പ്രവാചകന്മാരെയും സൂചിപ്പിക്കുന്ന മോശയെയും ഏലിയായെയുമാണ് സുവിശേഷത്തിലൂടെ വെളിപ്പെടുത്തുന്നത്. ഇപ്രകാരം പ്രവാചക വചനങ്ങളിലൂടെ നമ്മുടെ ജീവിതത്തിന് പ്രകാശമരുളുവാൻ നമുക്ക് സാധിക്കട്ടെ. ദൈവത്തിൻ്റെ വചനങ്ങൾ നമ്മുടെ പാദങ്ങൾക്ക് വിളക്കായി മാറട്ടെ. ഇപ്രകാരമുള്ള ദൈവികമായ ദർശനങ്ങളിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അതിൽ തന്നെ
മുഴുകി നിൽക്കുകയല്ല ചെയ്യുക, മറിച്ച് മൂന്നാമതായി പറയുക നിങ്ങൾ മലയിറങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ സാധാരണമായ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ ആ ദൈവികമായ അനുഭവത്തിലൂടെ തന്നെ നമ്മൾ ജീവിക്കാൻ പഠിക്കണം. ഇപ്രകാരം നമ്മുടെ ജീവിതത്തിൻ്റെ ഇരുളിനെ അതിജീവിക്കുവാനായിട്ട് ദൈവികമായ വെട്ടം നമ്മുടെ ജീവിതത്തിലേക്ക് പകർത്താൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ന് പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ കാണപ്പെടുന്ന ഒരു കാര്യമാണ് മനസ്സിന് ബലമില്ലായ്മ. എത്രയോ ആത്മഹത്യകളെക്കുറിച്ചാണ് നമ്മൾ ഈ അടുത്ത കാലത്ത് കേൾക്കുന്നത്. വളരെ ചെറുപ്പം കുട്ടികൾ പോലും ആത്മഹത്യക്ക് മുതിരുന്നു. അത് മനസ്സിൻ്റെ ബലമില്ലായ്മയാണ്. ബെന്യാമീൻ എന്ന എഴുത്തുകാരൻ ഇപ്രകാരം പറയുന്നുണ്ട്, എല്ലാ കൊയ്ത്തിലും 100 മേനി വിളയണമെന്നില്ല. 100% വിളവ് എന്നുള്ളത് അതൊരു സങ്കല്പം മാത്രമാണ്. എന്നാൽ 100 മേനി എന്നുള്ള സങ്കല്പമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ചാലകശക്തിയായിട്ട് മാറുക. ഈ ഒരു ചിന്തയിലൂടെ കടന്നു പോകുമ്പോൾ ജീവിതത്തിനുണ്ടാകുന്ന തടസ്സങ്ങളെ നമ്മൾക്ക് അതിജീവിക്കുവാനുള്ള ശക്തി ഉണ്ടാകും. യേശുനാഥൻ രൂപാന്തരീകരണത്തിൻ്റെ അനുഭവത്തിലൂടെ തൻ്റെ 3 ശിഷ്യന്മാർക്ക് ധൈര്യം പകർന്നതുപോലെ നമ്മുടെ ജീവിതത്തിലും യേശുവിൻ്റെ രൂപാന്തരീകരണത്തിൻ്റെ ഫലങ്ങൾ സൃഷ്ടിക്കുവാൻ നമുക്ക് സാധിക്കണം. പത്രോസ്ലീഹ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ പീഡകളിലൂടെ കടന്നു പോകുമ്പോഴാണ് ആ വിശുദ്ധ മലയിൽ ഞാനും ഉണ്ടായിരുന്നു എന്ന് ചിന്തിക്കുന്നത്. അതുപോലെ ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ അനുഭവം നമ്മൾ പേറുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന കുരിശുകളെ വഹിക്കുവാൻ എളുപ്പമായിരിക്കും. എവിടെയാണ് നമ്മൾക്ക് രൂപാന്തരീകരണത്തിൻ്റെ അനുഭവം കൂടുതൽ പ്രകടമായി അനുഭവിക്കാൻ സാധിക്കുക? അത് ദിവ്യകാരുണ്യത്തിൽ തന്നെയാണ്. നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത വെളിച്ചത്തിൻ്റെ ഉറവിടം ദിവ്യകാരുണ്യം തന്നെയാണ്. ഫ്രാൻസിസ് മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, അന്ത്യ അത്താഴത്തിലെ മഹത്വം അടങ്ങിയിരിക്കുന്നത് വിശുദ്ധ കുരിശിലാകുന്നുവെന്ന്. യേശുനാഥൻ കുരിശിൽ മരിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ഇത് എൻ്റെ ശരീരമാകുന്നു, ഇത് എൻ്റെ രക്തമാകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദിവ്യകാരുണ്യം സ്ഥാപിക്കുകയുണ്ടായി. അപ്പോൾ ദിവ്യകാരുണ്യത്തിൻ്റെ മഹത്വം ഇരിക്കുന്നത് കുരിശിലാണ്. കുരിശിലാണ് ദൈവസ്നേഹത്തിൻ്റെ ആഴവും പരപ്പും നമ്മൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. കർത്താവിൻ്റെ അതികഠോരമായ സഹനത്തിലൂടെ അവിടുന്ന് നമുക്ക് നേടിത്തന്ന വലിയ രക്ഷയാണ് ദിവ്യകാരുണ്യത്തിലൂടെ നമ്മൾ അനുഭവിക്കുക. ഇപ്രകാരം ദിവ്യകാരുണ്യത്തിൽ അന്ന് 3 ശിഷ്യന്മാർ കർത്താവിൻ്റെ മഹത്വീകരണം ദർശിച്ചതുപോലെ ഓരോ ദിവസവും നമ്മൾക്ക് കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാനായിട്ട് സാധിക്കട്ടെ. ഈ ഒരു നോമ്പുകാലത്ത് നമ്മൾ പ്രായശ്ചിത്തത്തിലൂടെയും പശ്ചാത്താപത്തിലൂടെയും ഇരുളടഞ്ഞ ദിവസങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾക്ക് പ്രകാശമായി കർത്താവിൻ്റെ രൂപാന്തരീകരണ അനുഭവമുണ്ടാകും. അനുദിനം ദിവ്യബലിയിൽ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ആ ഒരു മഹത്വത്തിലൂടെ നമ്മുടെ ജീവിതത്തിന് കൂടുതൽ ഊർജം ലഭിക്കുന്നതിനും കൂടുതൽ സന്തോഷത്തോടെയും സമാധാനത്തോടെയും കൂടി ജീവിക്കുന്നതിനുമുള്ള ഒരു അനുഗ്രഹത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. ഇതിന് ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.